ക്യാൻസർ പകരുന്ന ഒരു രോഗമാണോ? ഞാൻ എവിടെയോ വായിച്ചു തോർക്കുന്നു, ഒരു ക്യാൻസർ രോഗിയായ ചേച്ചി വീട്ടിൽ നല്ലൊരു മീൻകറി വെച്ചപ്പോൾ ആ കറിയിലൂടെ രോഗം പകർന്നു കിട്ടും എന്ന് പേടിച്ച് ആ കറിയും ചട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ ചേച്ചിയെ വഴക്ക് പറഞ്ഞു ആ ചേച്ചിയുടെ ഹസ്ബൻഡ്. എന്ത് കഷ്ടമാണല്ലേ. ക്യാൻസർ രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ സംവിധാനം വളരെയധികം വീക്കായി പോകുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊരു ഇൻഫെക്ഷൻ അത് കിട്ടാതിരിക്കാനും പൊടിപടലങ്ങളൊക്കെ അടിക്കാതിരിക്കുവാനാണ് ഈ മാസ്ക് ധരിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നൊരു അകലം പാലിക്കുന്നതും. അല്ലാതെ ക്യാൻസർ പേഷ്യൻറ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പകരും എന്ന് പേടിച്ചിട്ടല്ല. ഇങ്ങനൊരു മിഥ്യാധാരണയുണ്ട് ചിലർക്കെങ്കിലും. ക്യാൻസർ എന്ന് പറയുന്നത് ഒന്ന് അടുത്തിരുന്നത് കൊണ്ടോ, തൊട്ടത് കൊണ്ടോ, തടകിയതുകൊണ്ടോ, ഉമ്മ വയ്ക്കുന്നത് കൊണ്ടോ, എന്തിന് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതോ കൊണ്ടുപോലും പകരുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ക്യാൻസർ എന്ന് പറയുന്നത് പാരമ്പര്യ രോഗമാണ് എന്നുള്ളത്. പലർക്കും സംശയമാണ്, ഒരു കുടുംബത്തിലെ കുറേ പേർക്ക് വരുമ്പോൾ അമ്മയ്ക്ക് വരുന്നു, ചേച്ചിക്ക് വരുന്നു, അനുജത്തിക്ക് വരുന്നു, ഇങ്ങനെ ഒരു കുടുംബത്തിൽ കുറേ പേർക്ക് കാണുമ്പോഴും പലർക്കും ഒരു മിഥ്യാധാരണയുണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് പാരമ്പര്യ രോഗമാണ് എന്നുള്ളത്. എന്നാൽ ക്യാൻസർ എന്ന് പറയുന്നത് പാരമ്പര്യ രോഗവുമല്ല. പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ ജീൻ പകർന്നു കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ചില ജീനുകൾ അർബുദം വികസിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമേ അല്ല. അതായത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ ഇനി വേറൊരാൾക്ക്, ഇപ്പോൾ എനിക്ക് ക്യാൻസർ വന്നു അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില പ്രശ്നക്കാരായ വൈറസുകളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B എന്നിവയെക്കുറിച്ചൊക്കെ. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാൻ എനിക്ക് പറ്റില്ല, ഞാൻ ആളല്ല. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരുപാട് നല്ല ഡോക്ടേഴ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനോട് എനിക്ക് വലിയൊരു റിക്വസ്റ്റ് ഉണ്ട്, കഴിയുന്നതും പരമാവധി വീഡിയോസ് ചെയ്ത് സമൂഹത്തിന് നല്ലൊരു അവയർനെസ് കൊടുക്കണം. കാരണം അത്രയ്ക്കാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ക്യാൻസർ എന്ന അസുഖം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ റിക്വസ്റ്റ് ഉള്ളത്, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും വീട്ടിലുള്ളവർക്ക് ഒരു ഭയമോ ആശങ്കയൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഇരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി സംശയ ദൂരീകരണം നടത്തുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ശരീരവും മനസ്സും വേദനയിലാണ്ട് തളർന്ന് വീട്ടിലിരിക്കുന്ന രോഗികളെ കൊല്ലാക്കൊല ചെയ്യുക അല്ല വേണ്ടത്. അവർക്ക് ഈ സമയം വേണ്ടത് വീട്ടിലുള്ളവരുടെയും ചുറ്റുമുള്ളവരുടെയും സ്നേഹവും സംരക്ഷണവുമാണ്. കൂടെ ഉണ്ട് എന്നൊരു ബോധ്യമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഈ വയ്യായികയുടെ സമയത്തും എന്തെങ്കിലുമൊക്കെ വച്ച് കാച്ചി കുടുംബത്തിന് നൽകാൻ ശ്രമിക്കുന്ന ആ നല്ല മനസ്സിനെ കാണാൻ ശ്രമിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ നീചമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അറിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ജനിച്ച് വീഴുമ്പോഴേ തിരിച്ചു പോകാനുള്ള വിസയും എടുത്ത് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആരും ഇവിടുത്തെ സ്ഥിര താമസക്കാരേ അല്ല, നമ്മളെല്ലാം വെറും വിസിറ്റേഴ്സാണ് ഇവിടെ. ഒരു ചെറിയ കാലഘട്ടത്തിനിടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് ഇവിടേക്ക് ഒന്ന് കണ്ട് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഈ ഒരു ചെറിയ കാലഘട്ടത്തിനിടയ്ക്ക് പരസ്പരം സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാം. ജീവിതം എന്നത് വളരെ ചെറുതാണെന്നേ, കഴിയും പോലെയൊക്കെ നമുക്കതിനെ മനോഹരമാക്കി തീർക്കാം.